നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, യാദൃശികമായാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചില നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ഇത് പോസിറ്റീവായിട്ട് വേണം ക്ലെയിം ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും ഒരുപക്ഷെ നിങ്ങളെക്കാൾ, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടായിരിക്കണം, സമയം മോശമായത് കൊണ്ടായിരിക്കണം, അതായത് മോശപ്പെട്ട സമയം, മോശപ്പെട്ട സാഹചര്യം, അതായത് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം, അതായത് ശരിയായിട്ടുള്ള വ്യക്തിയെ കണ്ടുമുട്ടി നിങ്ങൾ, ഇപ്പം നിങ്ങളായാലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായാലും നിങ്ങൾ പരസ്പരം ശരിയായിട്ടുള്ള വ്യക്തിയെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്. പക്ഷേ തെറ്റായ സമയത്തായിരുന്നു. റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് അത് കുറച്ച്, ചിലപ്പോൾ സ്നേഹത്തിലായി കുറച്ച് മാസങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ, കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതിനുശേഷം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, വളരെയധികം പരീക്ഷണ ഘട്ടങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്കിടയിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പോലും തേർഡ് പാർട്ടി പോലുള്ള അനാവശ്യമായിട്ടുള്ള എനർജീസ് വരിക, നിങ്ങൾ രണ്ടുപേരെയും വളരെയധികം സെപ്പറേഷൻ പീരീഡിലേക്ക് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ആദ്യമൊക്കെ നിങ്ങളുമായിട്ട് സ്നേഹബന്ധത്തിലായിരുന്ന സമയത്ത് ഒരു ഒരു മനസ്സിനൊരു സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിനൊരു സുഖം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിനൊരു സമാധാനം ലഭിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഒരു നിങ്ങളായിട്ടൊരു റിലേഷൻഷിപ്പ് വെക്കാം എന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു നേരം പോക്ക് എന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്തോറുമാണ് അതൊരു പ്രധാനപ്പെട്ട ഒരു സ്നേഹബന്ധമായി തീരുന്നത്. അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തികൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിൽ ആ വ്യക്തികളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സ്ഥാനമുണ്ട്. അതുപോലെ നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തികൾ, ഇപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദരിമാർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നത് ഈ വ്യക്തിക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ്. ആദ്യം ഒരു നേരം പോക്കിന്, അല്ലെങ്കിൽ ആദ്യം ഒരു ടൈം പാസിന്, അല്ലെങ്കിൽ സാഹചര്യം മോശമായപ്പോൾ അതിൽ നിന്നും ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയൊക്കെയോ ഒന്നിച്ചു, അല്ലെങ്കിൽ സ്നേഹത്തിലായി എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് അത്ര സ്വസ്ഥതകൾ നിറഞ്ഞ, സ്വസ്ഥതയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ജേണി ആയിരുന്നില്ല. പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള പേഴ്സൺ ആണ്. അതായത് ഇപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ പഠിക്കുന്ന ആയാലും നിങ്ങളും അങ്ങനെ തന്നെയാണ്. വളരെയധികം ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. നന്നായിട്ട് അധ്വാനിക്കണം, അല്ലെങ്കിൽ നല്ല രീതിക്ക് ലൈഫ് മെച്ചപ്പെടുത്തിയെടുക്കണം, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയുണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ലക്ഷ്യബോധവും ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്.
അപ്പൊ ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ വിട്ട് പോയതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ചിലപ്പോൾ ഒരു വാക്ക് പോലും പറയാതെ, അതായത് ഗുഡ് ബൈ എന്ന് പോലും നിങ്ങളുടെ അടുത്ത് പറയാതെ, അല്ലെങ്കിൽ ഈ വ്യക്തി പിണങ്ങി പോയതിനുള്ള കാരണം എന്താണ് എന്ന് പോലും നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്താതെ, നിങ്ങളോട് തുറന്നു പറയാതെ ഈ വ്യക്തി വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്നും അകന്നു പോയതായിട്ടാണ് കാണിക്കുന്നത്. അത് തികച്ചും നിങ്ങളെ വളരെ വളരെ നല്ല രീതിയിൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥ. കാരണം ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ധാരാളം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസിനോട് സംസാരിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കല്യാണം വരെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർത്തും അത്രയും ഒരു ലക്ഷ്യബോധത്തോടു കൂടി തന്നെയായിരുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷയോട് കൂടി തന്നെയായിരുന്നു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ നോക്കി കണ്ടുകൊണ്ടിരുന്നിരുന്നത്. പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഈ വ്യക്തി പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് ഈ വ്യക്തി ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ നേടിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം തന്നെയാണ്. അതുപോലെ കരിയർ വൈസ് ഇപ്പോൾ ഈ വ്യക്തി വർഷങ്ങളായിട്ട് എന്തെങ്കിലും പരീക്ഷയ്ക്കോ എന്തെങ്കിലും പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളുകളായിട്ട് ഈ വ്യക്തി എന്തിനൊക്കെയോ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ആ ഒരു മേഖലയിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിന്നും ഈ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള എന്തോ ഒരു കാര്യം ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ പുതിയ ജോലി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ കടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് തീർന്നു പോയ ഒരു അവസ്ഥയായിരിക്കും. അതായത് കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥമായി, അല്ലെങ്കിൽ എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തോ ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യം പൂർത്തിയായതായിട്ട്, അതായത് സോൾവ് ആയതായിട്ട്, പരിഹരിക്കപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും ഈ വ്യക്തി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തി ആ നിങ്ങളെ വിട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. അതായത് വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർത്തും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ടു ഓഫ് സോർട്സിന്റെ എനർജിയിൽ നിന്നും നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന, അതായത് ഇത്രയും കാലം ഈ വ്യക്തിയുടെ എനർജി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടയോ എന്നുള്ള ഒരവസ്ഥയായിരുന്നു. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് വിചാരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ടതായി വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഈ വ്യക്തി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് തീർത്തും കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു ഒരു പ്ലാനിങ് ആയിട്ടുള്ള, കാരണം പ്ലാനിങ് ആൻഡ് ആക്ഷൻ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ എനർജിയിൽ ലഭിച്ചിരിക്കുന്ന കാർഡാണ്. അതുപോലെ തന്നെ ബിഗ് ട്രാൻസ്ഫോർമേഷൻ ആണ് കാത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ഇനി നിങ്ങളെ തേടി വരില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ വ്യക്തിക്ക് വേറെ പല കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ, കൂടുതൽ താല്പര്യം. അതുകൊണ്ട് അതിലേക്ക് പോകുമായിരിക്കും, ഇനി നിങ്ങളിലേക്ക് വരില്ല, നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഒരു മനോഭാവത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഈ വ്യക്തിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള പല തീരുമാനങ്ങളും വരാനുള്ള സാധ്യതകൾ അധികമായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ ലൈഫിൽ ആത്മാർത്ഥ സ്നേഹം എന്നുള്ള ഒരു വികാരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും മാത്രമാണ്. അത് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്ത സ്നേഹമാകാം, കെയറിങ് ആയിരിക്കാം, കരുതലായിരിക്കാം, അന്വേഷണമാകാം, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ടാകാം. സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ടാകാം, അന്വേഷിക്കുന്നുണ്ടാകാം, ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒക്കെയും ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് അത്ഭുതമാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്.
ഒരുപാട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം. ആഹ് വ വളരെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും ആം, നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഈ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്കൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഈ മനോഭാവത്തെയും ഈ പേഴ്സൺ വളരെയധികം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഈ വ്യക്തിയുടെ ട്രൂ ലവ് ആണ് നിങ്ങൾ. യഥാർത്ഥ സ്നേഹം തന്നെയാണ് നിങ്ങൾ. ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു ട്രൂ ലവ്, കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടുണ്ടാകാം, ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഒരുപാട് ക്രഷ് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ തീർത്തും വളരെയധികം എന്താ പറയാ, നിങ്ങളെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. എന്തായാലും സാമ്പത്തികപരമായിട്ടുള്ള പല നേട്ടങ്ങളും പല വിജയങ്ങളും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അത് തീർച്ചയാണ്. ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് ഒരു കുടുംബജീവിതമാണ്. അതായത് ദാമ്പത്യ ജീവിതമാണ്. എനിക്കിനി ഒരു ദാമ്പത്യ ജീവിതമാണ് വേണ്ടത്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയായി, പല ബാധ്യതകൾ ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്തു, പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ചു. അപ്പോൾ ഇനി എനിക്ക് വേണ്ടത് സ്വസ്ഥമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതമാണ് എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. തീർത്തും നിങ്ങളുടെ എനർജി തന്നെയാണ് ഇവിടെ അധികമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളെ വിട്ടു പോയതിൽ ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് വീണ്ടും, അതായത് ഈ പേഴ്സണായിട്ടുള്ള പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, അതായത് ഈ പേഴ്സണായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, നോ കോണ്ടാക്റ്റ് ആണ്, സൗന്ദര്യപ്പണക്കത്തിലാണ്, അകൽച്ചയിലാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർത്തും ഈ പേഴ്സൻ്റെ ഒരു പ്രപ്പോസൽ, അതായത് ഒരു കല്യാണാലോചനയായിട്ടോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ കണക്ട് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കുന്നവർക്കും കൂടിയാണ് അത് മാനിഫെസ്റ്റേഷനായി മാറുന്നതും അത് റിയാലിറ്റിയിലേക്ക് സംഭവിക്കുന്നതും. അപ്പോൾ ഇവിടെ തീർത്തും നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂഷൻ ആയിട്ട് പ്രാർത്ഥിക്കണം. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വർക്കായി വരുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സൻ്റെ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് മാറി വരുന്നുണ്ട്. നിങ്ങളിലേക്ക് അലൈൻഡ് ആവണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണക്റ്റഡ് ആകണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിലും സ്ട്രെങ്ത് കാർഡ്, അതുപോലെ ഫീലിങ്സിനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളോടുള്ള ഇമോഷൻസ് ഒക്കെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപക്ഷെ പലതരത്തിലുള്ള അടയാളങ്ങളും കാണുന്നുണ്ടാകാം. ഇപ്പോൾ വെള്ളയും വെള്ളയും കറുപ്പും കലർന്നിട്ടുള്ള തൂവലുകൾ, വെള്ളയും കറുപ്പും കലർന്നിട്ടുള്ള തൂവലുകൾ, അതുപോലെ തന്നെ വെള്ളപ്രാവുകളെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സമാധാനത്തിൻ്റെയും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് എന്നുള്ളതിനെയൊക്കെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ്. അപ്പോൾ തീർത്തും നിങ്ങൾക്ക് ആ ഒരു കറുത്ത കളറിലുള്ള ഫെദർ തൂവൽ കിട്ടുന്നുണ്ടെങ്കിൽ, അതുപോലെ വെള്ള കളറിലുള്ള തൂവൽ കിട്ടുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ രണ്ട് കളറിൻ്റെയും മിക്സഡ് ആയിട്ടുള്ളത്, അതായത് വെള്ളയും കറുപ്പും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഫെദറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, തൂവലുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ഇപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങളെയും റിലേറ്റ് ചെയ്ത് വരുന്ന ഓരോ അടയാളങ്ങളാണ്. അത് ആ ഒരു സ്പിരിച്വൽ രീതിയിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് തള്ളിക്കളയരുത്. അത് പോസിറ്റീവാണ് എന്നുള്ള രീതിയിൽ മനസ്സിലേക്ക് ഏറ്റെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ബ്ലോക്കിംഗ് സിറ്റുവേഷനൊക്കെ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്തിട്ടോ വളരെയധികം കരഞ്ഞുകൊണ്ട് മാപ്പ് പറയാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഇത്രയും കാലം ഈ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തതിന്. ഓക്കെ, ഒരുപാട് ഇമോഷൻസ് അവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് കരഞ്ഞ് നിങ്ങളുടെ അടുത്ത് സോറി പറയുന്നതായിട്ടും അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റീഡിങ് നിർത്തുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.